ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് ഗൈസ്, ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇറാനുമായി ഡീൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഹോർമോസ് തുറന്നാലും ഇല്ലെങ്കിലും അടുത്ത 2-3 ആഴ്ചക്കുള്ളിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കും. അതായത് ഇറാനുമായി അമേരിക്കയ്ക്ക് ഒരു ഡീലിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. കാരണം അമേരിക്ക ഓൾറെഡി തന്നെ അവരുടെ ടാർഗറ്റുകളെല്ലാം നേടിക്കഴിഞ്ഞു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രധാന ടാർഗറ്റുകളിൽ ഒന്നായിരുന്നു ഇറാന്റെ ന്യൂക്ലിയർ ശേഷിയെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഇറാന്റെ ഇഫ്സഹാൻ ന്യൂക്ലിയർ ഫെസിലിറ്റിക്ക് മീതെ അമേരിക്ക അവരുടെ B2 സ്പിരിറ്റ് ബോംബറുകൾ ഉപയോഗിച്ചത്. എന്നാൽ ഇവിടെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇറാൻ അവരുടെ ആണവ റിയാക്ടറുകൾ നിർമ്മിച്ചിരിക്കുന്നത് വലിയ മല തുരന്നിട്ട് മലയുടെ അടിയിലാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാന്റെ ന്യൂക്ലിയർ ശേഷിയെ എങ്ങനെ പൂർണ്ണമായി അമേരിക്കയ്ക്ക് നശിപ്പിക്കുവാനായിട്ട് സാധിക്കും? പക്ഷേ ഇതിന് മറുപടി ട്രംപ് പറഞ്ഞത് 400 കിലോഗ്രാം യുറേനിയം അവർ സൂക്ഷിച്ചിരിക്കുന്നത് വലിയ മലകളുടെ അടിവാരത്തിലാണ്. അതായത് വലിയ മലകൾ തുരന്ന് 300 മുതൽ 500 അടി താഴ്ചയിലാണ് ഇത്തരത്തിൽ എൻറിച്ച് ചെയ്തിരിക്കുന്ന യുറേനിയം ഇറാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് അവ നശിച്ചിട്ടില്ലെങ്കിലും അത് അമേരിക്കയെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. കാരണം ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചപ്പോൾ തന്നെ ഇനി ഒരിക്കലും അവർക്ക് വീണ്ടെടുക്കുവാൻ കഴിയാത്ത രീതിയിൽ ആ യുറേനിയം മലയുടെ അടിവാരങ്ങളിൽ നന്നായി കുടുങ്ങിപ്പോയിട്ടുണ്ട്. അതുകൂടാതെ ഈ യുറേനിയം എൻറിച്ച് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന മലനിരകളുടെ അടിഭാഗത്തുള്ള എൻട്രൻസുകൾ പലതും ബോംബിട്ട് അമേരിക്ക ഇപ്പോൾ തകർത്ത് കളയുകയും ചെയ്തു. ഇനി ഈ എൻറിച്ചഡ് യുറേനിയം ആ മലയുടെ അടിയിൽ നിന്ന് വീണ്ടെടുക്കണമെങ്കിൽ അവിടെ ഇറാൻ വലിയ രീതിയിൽ പണിയെടുക്കേണ്ടതായിട്ട് വരും. അതിന് ഇറാൻ ഇനിയും തുനിയുന്ന പക്ഷം എപ്പോ വേണമെങ്കിലും അമേരിക്കക്ക് വീണ്ടും ഇറാനെ ആക്രമിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇനി ഇറാൻ അത്തരത്തിലൊരു ശ്രമം നടത്തുവാൻ ശ്രമിച്ചാൽ തന്നെ എന്റെ കാലത്തിന് ശേഷം എനിക്ക് ശേഷം കടന്നു വരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് വീണ്ടും ഇറാനെ ആക്രമിക്കുവാൻ കഴിയും. അവരത് ഭംഗിയായി ചെയ്തുകൊള്ളുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. പിന്നെ ഹോർമോസ് കടലെടുക്കിന്റെ കാര്യത്തിൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ ഒരു വാർ ടാർഗറ്റ് ആയിരുന്നില്ല ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഹോർമോസ് കടലെടുക്ക്. കാരണം യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഹോർമോസ് അടച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ യുദ്ധം തുടങ്ങുവാൻ ഉള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഹോർമോസ് അല്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ന്യൂക്ലിയർ ബോംബ് ഇറാൻ നിർമ്മിക്കുന്നതായിരുന്നു. ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയെ തകർക്കുവാൻ സാധിച്ചതുകൊണ്ട് ഇനി അധികം യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അമേരിക്ക കരുതുന്നത്. കൂടിപ്പോയാൽ 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ശ്രദ്ധേയമായ കാര്യം, ഹോർമോസ് തുറക്കേണ്ട ഉത്തരവാദിത്തം അമേരിക്കയ്ക്കില്ല. അതിലൂടെ വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾ ഇനിയുള്ള ഭാവിയിൽ അത് തുറക്കണം, അവരുടെ സ്വന്തം പ്രയത്നം ഉപയോഗിച്ച് തുറക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇറാൻ പറയുന്നത് യുദ്ധം തുറന്നുകൊണ്ട് പോയാൽ അമേരിക്ക ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന 18 ടെക് ഭീമൻ കമ്പനികളെ ഇറാൻ ആക്രമിക്കുമെന്നാണ്. ഈ വലിയ കമ്പനികൾ അവരുടെ ഹെഡ് ഓഫീസുകൾ സ്ഥാപിച്ചിരിക്കുന്ന അമേരിക്കയിലാണ്, അതൊരു വാസ്തവമാണ്. പക്ഷേ ആഗോളതലത്തിൽ ഈ കമ്പനികൾക്കെല്ലാം തന്നെ പല രാജ്യങ്ങളിലും ബ്രാഞ്ചുകളുണ്ട്. ഇവയുടെ ധാരാളം ബ്രാഞ്ചുകൾ ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇറാന് വളരെ എളുപ്പത്തിൽ ഈ ബ്രാഞ്ചുകളെല്ലാം തന്നെ ആക്രമിക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. ഇറാൻ പറഞ്ഞത് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആപ്പിൾ, ഇന്റൽ, IBM, ടെസ്ല, ബോയിങ് തുടങ്ങിയ എല്ലാ കമ്പനികളെയും, അതായത് എല്ലാ അമേരിക്കയുടെ ടെക് ഭീമൻ കമ്പനികളെയും ആക്രമിക്കുമെന്നാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഇറാൻ ഇവിടെ ഒരു ഭയം സൃഷ്ടിക്കുവാനായിട്ട് ശരിക്കും ശ്രമിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിനെ ഒരു ബ്ലാക്ക് മെയിൽ തന്ത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇറാൻ ഇത്തരത്തിലൊരു ആക്രമണം കമ്പനികൾക്ക് നേരെ നടത്തുവാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഈ ടെക് കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന സർവീസുകൾ ആദ്യം തന്നെ ഇറാൻ അവരുടെ ഉള്ളിൽ തന്നെ നിർത്തിവെക്കണം. ഇത്തരത്തിൽ ഈ കമ്പനികൾ നടത്തുന്ന സർവീസുകൾ ഇറാനുള്ളിൽ നിർത്തിവെക്കുവാനായിട്ട് ഇറാന് സാധിക്കുന്നില്ലെങ്കിൽ അവർ ഈ കമ്പനികളെ ആക്രമിക്കുമെന്ന് ഗീർവാണം വിടുന്നതിൽ വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം അമേരിക്ക ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ കമ്പനികൾ ഒന്നും തന്നെ ഇറാനിൽ ഒരു സർവീസും ഭാവിയിൽ കൊടുക്കാൻ പോണില്ല. ഇത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഇറാന്റെ ഉള്ളിൽ തന്നെ അത് വലിയ സെറ്റ് ബാക്കുകൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആദ്യം നിങ്ങൾ ഈ കമ്പനികളുടെ സർവീസുകൾ ഉപയോഗിക്കുന്നത് നിർത്തൂ, എന്നിട്ട് ഭീഷണി മുഴക്കുന്നതായിരിക്കും ഇറാന്റെ അന്തസ്സിന് യോജിക്കുന്ന ഒരു കാര്യം. ഇത് ശരിക്കു പറഞ്ഞാൽ അങ്ങാടിയിൽ തോറ്റേന് അമ്മയോട് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന തരത്തിലുള്ള മനോഭാവമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് അബ്ബാസ് രാച്ചി എന്നാണ്. അദ്ദേഹം എപ്പോഴും ട്വീറ്റ് ചെയ്യുന്നത് അമേരിക്കൻ കമ്പനിയായ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ്. അദ്ദേഹം എക്സ് ഉപയോഗിക്കുന്നത് ഇപ്പോഴും നിർത്തിയിട്ടില്ല. അതുകൊണ്ട് ഇറാന് ഈ കമ്പനികളെ ആക്രമിക്കുവാൻ ധൈര്യം ഉണ്ടെങ്കിൽ ആദ്യം അവർ ചെയ്യേണ്ടത് അവരുടെ രാജ്യത്ത് ഈ കമ്പനികളുടെ ഉപയോഗം ആദ്യം തന്നെ നിരോധിക്കലാണ്. കാരണം ഇന്ത്യയും ചൈനയുമായി സംഘർഷം ഉണ്ടായപ്പോൾ ഇന്ത്യ ഏകദേശം ചൈനയുടെ 50-ന് മീതെ ആപ്ലിക്കേഷനുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തന്റെ ഇടം കാണിക്കുവാനുള്ള ധൈര്യം ഇന്ത്യ കാണിച്ചു. അതുപോലെ ഇറാൻ കാണിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇറാൻ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താതെ ആദ്യം ചെയ്യേണ്ടത് ഈ കമ്പനികളുടെ സർവീസുകൾ അവരുടെ രാജ്യത്ത് ആദ്യം നിർത്തലാക്കണം. അമേരിക്കൻ കമ്പനികളുടെ പ്ലാറ്റ്ഫോം തന്നെ ഉപയോഗിക്കുകയും ആ കമ്പനികളെ തന്നെ ഭീഷണിപ്പെടുത്തുകയും അതൊരു തരം ചിറ്റമ്മ നയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇത് വാസ്തവത്തിൽ ഫലം കൊടുക്കുന്നു തോന്നില്ല. കാരണം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ഈ ഭീഷണിയെ പത്രസമ്മേളനം നടത്തിയപ്പോൾ ചിരിച്ചു തള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടു.
അതുപോലെ തന്നെ സ്ട്രാറ്റജിക്കലി നോക്കിയാൽ ഹോർമോസ് കടലെടുക്ക് ഒരു പ്രഷർ പോയിന്റായി ഈ യുദ്ധത്തിൽ ഇറാൻ അമേരിക്കക്കെതിരെ ഉപയോഗിച്ച പോലെ ഈ ടെക് കമ്പനികളെയും ഒരു പ്രഷർ പോയിന്റായി ഉപയോഗിക്കാമെന്നാണ് ഇറാൻ ഇവിടെ കരുതുന്നത്. എന്നാൽ അവർ അതിന് ശ്രമിച്ചാൽ അവർ ശരിക്കും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന മരം വെട്ടുകാരന്റെ അവസ്ഥയിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഒന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ്.